ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ നമ്മളൊരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു നൈറ്റി മെറ്റീരിയലിൽ നിന്ന്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ കഴുത്തൊക്കെ വെട്ടുന്നതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്ക്വയർ നെക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊരു തുണിയിൽ ഒട്ടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ് കട്ട് ചെയ്യുമ്പോൾ മടക്കി അടിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ പറ്റി അങ്ങ് വെട്ടിക്കളയരുത്. ഇതുപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ റൗണ്ടായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്ക് സ്ക്വയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഓക്കെ? പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ തയ്യൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഓക്കെ? അപ്പോൾ ഇതാ നമ്മൾ കഴുത്തിൻ്റെ 3 സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഫ്രണ്ട് പീസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയതാണ്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ പുറത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അകത്ത് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതായത് നെക്കിൻ്റെ ആ പോർഷൻ നമ്മൾ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ആ മിഡിൽ, അതായത് ആ മെഷീൻ്റെ സൈഡിലിട്ടാണ് ഞാൻ വരക്കണത്, മെഷീൻ്റെ മുകളിലിട്ടാണ് വരക്കണത്. അപ്പോൾ സൈഡിൽ ആ ചോക്ക് കൊണ്ടിട്ട് നടുഭാഗത്ത് ഇങ്ങനെ ഒരു മാർക്ക് വീണിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ കറക്റ്റ് നടുഭാഗം. അല്ലെങ്കിൽ നിങ്ങൾ തുണി ഒന്ന് തേച്ചെടുത്താലും മതി. ഇതിൽ മടക്കുണ്ട് കേട്ടോ ഓൾറെഡി, എങ്കിലും ഞാനൊന്ന് വരച്ചെടുത്തതേ ഉള്ളൂ. നമ്മുടെ ഈ കഴുത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, അതും കറക്റ്റായിട്ട് മടക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് നടുഭാഗത്ത് ഒരു നോട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഈ ആ താഴ്ഭാഗം ഉണ്ടല്ലോ, സ്ക്വയർ ആകുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ. ഒരു സൈഡിലേക്കൊക്കെ ചരിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നന്നായിട്ട് മടക്കിയൊക്കെ ഇടുക. അതായത് ഇവിടെ ചോക്ക് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അപ്പം മിഡിൽ ഭാഗം കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. അതിലെ വരയും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ക്യാൻവാസിൽ അടിപ്പ് കൊള്ളരുത് കേട്ടോ. ക്യാൻവാസിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നിപ്പോകാതിരിക്കാൻ നടുഭാഗത്തൂടെയും കൂടെ ഒരു സ്റ്റിച്ച് ഇടാം. നടുഭാഗത്ത് സ്റ്റിച്ച് ഇടുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ഇടാൻ. ഈ നടുക്കത്തെ വരയും പിന്നെ നമ്മുടെ ആ കഴുത്തിൻ്റെ കുഞ്ഞു പീസിൻ്റെ മടക്കും എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. കണ്ടോ, വര കണ്ടോ, വര എൻഡിലേക്ക് വന്നിട്ടുണ്ട്. അത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ മോൾ ഭാഗത്ത് നടുഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ തന്നെ നമ്മുടെ കഴുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തെന്നിപ്പോകില്ല. കറക്റ്റ് പൊസിഷനിൽ തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ കഴുത്ത് തെന്നിപ്പോയാലേ അളവുകളെല്ലാം തെറ്റിപ്പോകട്ടോ. കഴുത്ത് ചരിഞ്ഞിരുന്നാൽ പിന്നെ കാണാനും ഭംഗി ഉണ്ടാവില്ലല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഈ കഴുത്തിൻ്റെ ആ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ അടിക്കണം. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് തുടക്കക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ഫാമിലി ഗ്രൂപ്പിൽ കൂടുതലും തയ്യൽ പഠിച്ചവരും തയ്യൽ അറിയാവുന്നവരും തയ്യൽ കട നടത്തണവരും ബ്യൂട്ടിക്ക് നടത്തണവരും ഒക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ തുടക്കക്കാർക്കും കൂടെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കഴുത്തിന് ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. ക്യാൻവാസിൽ കയറരുത് കേട്ടോ. ക്യാൻവാസിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ക്വയറിനൊക്കെ വരില്ല, വേറെ ഷേപ്പായി പോവും. കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നൊന്ന് വിളിക്കുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടോ? കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ അതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് നോക്കിയിട്ട് അത് കണ്ടതിന് ശേഷം ഇത് വെട്ടാനൊക്കെ ഭയങ്കര ഈസിയിൽ എങ്ങനെ വെട്ടണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അളവോ കാൽക്കുലേഷനോ ഒന്നുമില്ല. അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് ചുരിദാർ വേണം. അളവ് എടുക്കുകയോ കാൽക്കുലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് ചുരിദാർ കട്ട് ചെയ്തെടുക്കണം. മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കഴുത്ത് പതിച്ചടിക്കുമ്പോൾ നല്ല വശത്തിട്ടടിക്കരുത്. നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചേക്കണ ആ ഒരു അടിപ്പീസ് ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ അടിക്കേണ്ടത്. അപ്പോൾ മൂലഭാഗം വരുമ്പോൾ ഇങ്ങനെ കുത്തി നിർത്തുക. നമ്മൾ ആ കഴുത്ത് വെട്ടിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ കോണ് പോലെ വരുന്ന ഭാഗത്ത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. ഇതാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യേണ്ട വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ബാക്ക് സൈഡ് നമ്മൾ റൗണ്ട് നെക്കിലാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ മൂലഭാഗം മാത്രം വെട്ടിക്കൊടുത്താൽ മതി. ഇനി നോക്കി
നല്ല നീറ്റായിട്ട് നമ്മുടെ കഴുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. സ്ക്വയർ നെക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ബാക്ക് പീസിൽ വെച്ച് പിടിപ്പിക്കാം. ബാക്ക് പീസിൽ വെച്ച് പിടിപ്പിച്ച് കഴുത്തൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂലിലേക്ക് പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുക കേട്ടോ. അപ്പോൾ നല്ല സുഖമായിട്ട് മറിഞ്ഞ് കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും ബാക്ക് പീസ് ആണെങ്കിലും നമ്മൾ പതിച്ചടിക്കുമ്പോൾ ആ ഒരു അടിപ്പീസിലേക്കാണ് നമ്മൾ പതിച്ചടിക്കുന്നത്, നല്ല പീസിൽ പതിച്ചടിക്കില്ല കേട്ടോ. ക്യാൻവാസ് ഒട്ടിച്ച പീസ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത്. ഷോൾഡർ അടിക്കണം കാണിച്ചു തരാം. ഷോൾഡർ അടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, പൊതിഞ്ഞടിക്കണം. അതുപോലെ തന്നെ കഴുത്ത് കയറി ഇറങ്ങി ഒന്നും പോവാത്ത രീതിയിലൊക്കെ അടിക്കണം കേട്ടോ. നമ്മളിപ്പോൾ തയ്യൽ പഠിക്കുമ്പോഴുണ്ടല്ലോ, ഇതുപോലെ നൈറ്റി ബിറ്റോ അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയലോ ഒക്കെ വെച്ചിട്ടൊന്ന് തയ്ച്ച് നോക്കാം. അല്ലാതെ സാരി വെച്ച് ആദ്യം തന്നെ തയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. ലൈനിങ് ഇട്ടതും തയ്ക്കാൻ നിൽക്കരുത്. ഷോൾഡർ കൂട്ടണമെന്ന് നിൽക്കോട്ടോ. ബാക്ക് പീസിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് വെക്കുക. ഫ്രണ്ട് പീസിൻ്റെ ക്യാൻവാസ് നേരെ തന്നെ മടക്കി വെക്കുക. അതിനുശേഷം ബാക്ക് പീസിൻ്റെ ക്യാൻവാസ് ഫ്രണ്ട് പീസിൻ്റെ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ പിടിക്കുമ്പോഴൊക്കെ ടൈറ്റ് ആവണം, കഴുത്തിൻ്റെ ആ ഭാഗം കറക്റ്റ് ആവണം. ഈ സൈഡിലേക്ക് നീറ്റായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കേട്ടോ, അപ്പോൾ കെട്ടിടാണ്ട് അടിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് ഏറ്റക്കുറച്ചിലോ വല്ലതും വന്നിട്ടുണ്ടെങ്കിലോ ഒന്ന് അഴിക്കണമെങ്കിലോ. അപ്പോൾ അത് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് വിടർത്തി നോക്കാം. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ആവർത്തിച്ച് കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി ലൈനിങ് ഇട്ടിട്ട് എങ്ങനെ അടിക്കണമെന്ന് പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴുത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കുക. അതായത് നമ്മുടെ ഫ്രണ്ട് പീസ് നല്ല സാധാരണ ഇരിക്കുന്ന പോലെ വെക്കുക. ബാക്ക് പീസിൻ്റെ ക്യാൻവാസാണ് നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും, കഴുത്ത് നല്ല ഒപ്പം കിട്ടുകയും വേണം. ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ വിടർത്തി നോക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കെട്ടിട്ടടിച്ചാൽ മതി കേട്ടോ. രണ്ടാമത് അടിക്കുമ്പോൾ കെട്ടിട്ടടിച്ചാൽ മതി. ഞാനിപ്പോൾ വിടർത്തി നോക്കിയിട്ടില്ല, കറക്റ്റായിരിക്കും. നമ്മൾ കുറേ തയ്ച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉറപ്പാണെന്നേ അത് കറക്റ്റായിരിക്കും എന്നുള്ളത്. ആദ്യം തയ്ക്കുന്നവർ കെട്ടിട്ടടിക്കുന്നതിന് മുമ്പ് ഒന്നിങ്ങനെ വിടർത്തി നോക്കുക, ഒപ്പാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കെട്ടിട്ടടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സൈഡ് അടിക്കുന്നതിന് മുമ്പ് ടക്ക് ഇടണം കേട്ടോ. ടക്കിടാൻ മറന്നു പോകരുത്. ടക്ക് മുകളിലും ഒരു മാർക്ക്, താഴെ ഒരു മാർക്കുണ്ട്, അതിങ്ങനെ പിടിക്കുക. ഒരുപാട് എന്താ പറയുക, 1/2 ഇഞ്ചിനേക്കാളും കൂടുതലൊന്നും ടക്കിടരുത് കേട്ടോ. ബാക്ക് സൈഡ് ചുളുങ്ങി കിടക്കും. ഒരു മാക്സിമം ഒരു 1/2 ഇഞ്ച് അത്രയും നമുക്ക് ടക്ക് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ടക്ക് പിടിക്കുമ്പോൾ ബാക്ക് സൈഡ് ഒന്ന് ചെറുതാവും. അന്ന് വെച്ചിട്ട് സൈഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. സൈഡ് നിങ്ങൾ ഒപ്പം തന്നെ വെച്ചിട്ട് തയ്ക്കുക. എന്നാലാണ് നമ്മൾ ബാക്കിൽ ടക്കിട്ടതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ടക്ക് ഇടണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഒരു ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടക്കിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സിബ് വെച്ചാലും മതി. സിബ് ചിലർക്ക് ഇഷ്ടാവില്ല. സിബ് വെച്ച് കാണിക്കണം എന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൽ സിബ് വെക്കണത്, ക്രോപ്പ് ടോപ്പിൽ സിബ് വെക്കണത്, അതുപോലെ തന്നെ ചുരിദാറിൽ സിബ് വെക്കണത്, ഉടുപ്പിൽ സിബ് വെക്കണതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇനിയും കാണിച്ചു തരാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. സിബ് വെക്കണത് മാത്രമായിട്ടും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഒരുവിധം എല്ലാ കാര്യങ്ങളും തയ്യലിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് ഒപ്പം പിടിച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ട്. അവിടെ വരെ ഒന്നുകൂടെ അടിച്ച് നിർത്തുക. അപ്പോൾ 2 സൈഡ് അടിച്ചതിന് ശേഷം നമുക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. സ്ലിറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മടക്കുമ്പോൾ ഒരേപോലെ മടക്കുക, വളഞ്ഞ് പൊളഞ്ഞ് ഒന്നും പോകരുത്. പിന്നെ അതുപോലെ തന്നെ തയ്ക്കുമ്പോൾ നൂല് പൊട്ടാതെ സൂക്ഷിക്കുക. സ്ലിറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ കെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഒറ്റ സ്റ്റിച്ചിൽ തന്നെ പോകണം. അഥവാ ഇനി ഇടയ്ക്കെത്തുമ്പോൾ എന്തെങ്കിലും പറ്റിയിട്ട് നൂല് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആദ്യമേ അഴിച്ചിട്ട്, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അഴിച്ചിട്ട് ചെയ്യാന്നുള്ളത്. എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നീറ്റായിട്ടിരിക്കണമെങ്കിലുണ്ടല്ലോ കുറച്ച് എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യുക കേട്ടോ. മുമ്പൊക്കെ ഉണ്ടല്ലോ ഞാൻ ഒത്തിരി ഇങ്ങനെ അഴിക്കുമായിരുന്നു. അഴിച്ചഴിച്ചാണ് പഠിച്ചതെന്ന് പറയാം. തയ്യൽ പഠിച്ച സമയത്തൊക്കെ തയ്ക്കും, എന്നിട്ട് അഴിച്ച് അത് വീണ്ടും തയ്ക്കും. അങ്ങനെ എന്ന് വെച്ചാൽ കെട്ടിട്ടടിക്കില്ല. അല്ലാതെ അഴിച്ചിട്ട് നമ്മൾ നോക്കും നീറ്റായിട്ടുണ്ടോ, നീറ്റായിട്ടില്ലെങ്കിൽ വീണ്ടും അഴിക്കും. അഴിച്ച് എന്നിട്ട് ഉമ്മച്ചി ഉണ്ടല്ലോ, എൻ്റെ ഉമ്മച്ചിയെ പണ്ട് പറയുമായിരുന്നു, നമുക്ക് തയ്യൽ കടയൊക്കെ തുടങ്ങണം, തയ്യൽ കടക്ക് നമുക്ക് പേരിടാം, തയ്ക്കും അഴിക്കും ഇട്ട് നോക്കും എന്ന് വെച്ചിട്ട് കൈയൊക്കെ നമ്മളിങ്ങനെ തയ്ക്കും, റെഡി ആയില്ല എന്ന് വെച്ചിട്ട് അഴിക്കും, പിന്നെയും തയ്ക്കും ഇട്ട് നോക്കും. ഇങ്ങനെ തന്നെ
ആവർത്തിച്ച് മനസ്സിന് തൃപ്തിയായാൽ മാത്രമാണ് അത് ആ ഫൈനലിലേക്ക് ഞാൻ വെക്കാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാനൊരു 16-ാമത്തെ വയസ്സിലൊക്കെ തയ്യൽ പഠിച്ച ആളാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. തയ്യൽ പഠിച്ച സമയത്തൊക്കെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ അഴിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയുണ്ട്, അവളും കൂടെ കൂടിയിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് അഴിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് തയ്യലായിട്ട്. അപ്പോൾ ഈ അപ്പുറത്തെ സൈഡും അടിക്കുക, അടിഭാഗവും അടിക്കാം. ഇനി നമുക്ക് വിശ്വവിഖ്യാതമായ കൈയാണ് അടിച്ചെടുക്കാനുള്ളത്. കൈ അടിക്കുമ്പോൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഹാഫ് സ്ലീവ് വെക്കാനായിരുന്നെങ്കിൽ നല്ലോണം തികയും കേട്ടോ. ഞാനിപ്പോൾ ഒരു പീസ്, 2 ചെറിയ പീസ് ഉണ്ടല്ലോ, 4 പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വലിയ പീസിന് ഇവിടെ ഇങ്ങനെ ഒരു ബൾജിങ് ഉണ്ട്, അത് ഞാൻ സൈഡിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ പീസ് ഒരു ദീർഘചതുരത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, അതിന് ബൾജിങ് ഒന്നുമില്ല. ചുരിദാർ വെട്ടിയത് കണ്ടിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് ഞാൻ ഫസ്റ്റ് അടിക്കുകയാണ് കേട്ടോ. അതടിച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലേക്ക് മറ്റേ പീസുകൾ വെച്ച് കൊടുക്കുകയാണ്. കൈക്ക് എന്തായാലും ഒരിത്തിരി ബൾജിങ് ആവശ്യമുണ്ടല്ലോ, അല്ലാതെ അത് വെട്ടി അത് നേരെയാക്കി പിന്നെയും കഷ്ണം കൂട്ടുന്നതിനേക്കാളും ഫസ്റ്റത്തെ 2 കുഞ്ഞി പീസ് ഞാൻ അടിച്ചിട്ടുണ്ട്. ജോയിൻറ്റ് വരണ്ട്. ഇവിടെ നൈറ്റിയുടെ ഒരു പേര് വന്നിട്ടുണ്ട്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തുണി വെച്ച് തയ്ച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത്, നമുക്ക് ആ ബൾജിങ് ഉള്ള പീസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് അതേപോലെ തന്നെ പീസ് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ വെക്കുമ്പോൾ തിരിഞ്ഞു പോകരുത്, അടിയിൽ മുള്ളൊന്നും ആയി പോകരുത്. കറക്റ്റ് ഒരേ സൈഡിൽ വന്ന രീതിയിൽ തന്നെ വെക്കുക. ഇങ്ങനെ അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നൂല് തീർന്നു പോയി, അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ താറ്റം വരെ അടിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കൈ ഇതിൽ നിന്ന് വെട്ടിയെടുക്കണം. ഇങ്ങനെ ഇടുക. അതിന് ശേഷം ആ ബൾജിങ് ഉള്ള ഭാഗത്തേക്ക് കൈക്കുഴി വരുന്ന രീതിയിൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഓപ്പൺ സൈഡിൽ നിന്ന് വീതി ഉണ്ടോയെന്ന് എനിക്ക് 9 ഇഞ്ചുണ്ട്, കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൈക്കുഴി എത്രയാണോ അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ. എൻ്റെ കൈക്കുഴി 8 ഇഞ്ചാണ്, അപ്പോൾ 1 ഇഞ്ച് കൂടുതലായിട്ട് 9 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തതിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. വെട്ടുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ഞാൻ വരച്ചതെന്ന്. ഇതേപോലെയാണ് വരച്ചെടുത്തത്. ഇങ്ങനെ ഒരു ഷേപ്പ് വരണം കേട്ടോ, എന്നാലാണ് കൈക്ക് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. ഇനി ഈ അടിഭാഗം ഒന്ന് വെട്ടി ലെവൽ ചെയ്യുക. കണ്ടോ? അപ്പോൾ നമ്മുടെ കൈ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ കൈ? ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കാം. കണ്ടോ? കൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ അടിഭാഗമൊക്കെ മടക്കി അടിച്ചതിന് ശേഷം 2 കൈയും കൂടെ ചേർത്ത് വെക്കുകയാണ്. കുറച്ച് ജോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് ഇന്നലെ തന്നെ പറഞ്ഞു, നൈറ്റി മെറ്റീരിയൽ മുഴുവനായിട്ട് ഉണ്ടായിരുന്നില്ല, ഒരു കഷ്ണേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചാണ്. ഹാഫ് കൈയാണെങ്കിൽ സുഖമായിട്ട് തയ്ക്കാൻ പറ്റും. ഞാനൊരു 3/4 എടുത്തുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നത്. എന്നാലും ബുദ്ധിമുട്ടിയാലും എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത്. ചൊറിയണ പണിയൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് സൈഡ് വരുന്ന ഭാഗത്ത് ഒരിത്തിരി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണുണ്ട്. അത് കൈക്കുഴിയുടെ ആ ഭാഗത്ത് വരുന്ന ചുളിവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കൈക്കുഴിയും കുഴിച്ച് വെട്ടി നമ്മുടെ കൈയിൻ്റെ ഫ്രണ്ട് സൈഡും ഒരല്പം, ഒരുപാടൊന്നും അല്ല കേട്ടോ, ഒരുപാട് വെട്ടിയിട്ടുണ്ടെങ്കിൽ ചുളിവ് കൂടിയേ വരുള്ളൂ. അപ്പോൾ നമ്മളൊരല്പം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവണ്ണം നോക്കാം, ആംഹോളൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ തന്നെ തയ്ക്കണമെങ്കിൽ ഈ കൈ കയറ്റുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ടോപ്പ് കൈ കയറ്റുന്നതിന് മുമ്പ് സൈഡൊക്കെ അടിച്ച് കഴിഞ്ഞല്ലോ, എന്നിട്ട് ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ. ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്ലിറ്റൊക്കെ കറക്റ്റാണോ, അവിടെയൊക്കെ ഷേപ്പൊക്കെ കറക്റ്റാണോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആംഹോൾ കറക്റ്റാണോ എന്ന് നോക്കുക. ആംഹോൾ കറക്റ്റാണെങ്കിൽ നമുക്ക് ഈ കയ്യിലേക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആംഹോൾ പിടിക്കണ എങ്ങനെയാണെന്ന് നോക്കി, അങ്ങനെ തയ്യലും പിടിക്കരുത്. ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ തുണിയിലേക്ക് വെച്ചിട്ട് ആംഹോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൈ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കയറ്റി കൊടുക്കട്ടെ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കൈ കയറ്റണതാണ് കേട്ടോ. പലർക്കും പറയാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് വളരെ എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇട്ടാലും കംഫർട്ടായിട്ടിരിക്കും കേട്ടോ. നൈറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കാം. ഇത് പക്ഷേ പ്രൊഫഷണലായിട്ട് തയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ തയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു കയ്യിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് മറ്റേ കൈ ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒന്നിങ്ങനെ 2 അടിയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരും. അപ്പോൾ മാർക്കൊന്ന് കുറച്ചുകൂടെ ഡാർക്ക് ചെയ്യണമെന്ന് മാത്രം. ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ അടിച്ചപ്പോൾ ചെറുതായിട്ടേ വന്നുള്ളൂ, എങ്കിലും നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നല്ല അനുസരണ ഉണ്ടാകാൻ വേണ്ടി 2 തലൊക്കെ തല്ലി റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് മനസ്സിലായാൽ പോരെ മാർക്കിങ്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ അടിക്കുക. ഒരുപാട് ചോക്കിട്ട് ഭയങ്കര ഡാർക്കായിട്ട് മാർക്ക് ചെയ്താലുണ്ടല്ലോ നമ്മുടെ മെഷീനിലേക്ക് ആ പൊടികൾ പറന്ന് കയറും. പല്ലിൻ്റെ ഇടയിലൊക്കെ നിറച്ചും, നമ്മുടെ പല്ലിൻ്റെ അല്ല മെഷീൻ്റെ പല്ലിൻ്റെ ഇടയിൽ നിറച്ചും ഈ
ചോക്ക് പൊടി കയറിയിരിക്കും. അപ്പോൾ സ്റ്റിച്ചൊക്കെ കേടാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വളരെ മൈന്യൂട്ടായിട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മാർക്കിലൂടെ നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം അടിമേൽ മറിക്കാം. അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയത് നമ്മൾ മാർക്ക് ചെയ്തത് മറന്നു പോകരുത്. അത് ഫ്രണ്ട് സൈഡിൽ തന്നെ വരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ. കണ്ട. അപ്പോൾ ഇത് തുണിയിലേക്ക് വെക്കുമ്പോഴും നമ്മുടെ ഫ്രണ്ട് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ കഴുത്ത് നോക്കുക. അതിന് ശേഷം കക്ഷത്തിലാണ് നമ്മൾ ഈ പീസ് വെച്ച് തുടങ്ങണത്. നമ്മുടെ കൈയിൻ്റെ സ്റ്റിച്ചും ബോഡി പാർട്ടിൻ്റെ ആ കക്ഷത്തിലുള്ള സ്റ്റിച്ചും കറക്റ്റായിട്ട് വരണം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കാം. പിന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പിടിച്ച് വലിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഇത്തിരി ചെറുതായിട്ടൊക്കെ തോന്നും. കൈ ചിലപ്പോൾ ചെറുതായിരിക്കും, കൈക്കുഴി ഇച്ചിരി വലുതായിരിക്കും. അപ്പോൾ നമ്മൾ കൈ അഴിച്ച് തന്നെ റെഡിയാക്കി എടുക്കുക. അല്ലാതെ പിടിച്ച് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യരുത്. ചുളിവ് വീഴും. ചുളിവ് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് റെഡിയാക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. എത്ര തേച്ചാലും ആ ചുളിവുകൾ പോയില്ല കേട്ടോ. നമ്മളിങ്ങനെ വലിച്ച് തയ്ച്ചാൽ ചിലർ ബ്ലൗസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, കൈ കയറ്റിയ ഭാഗത്ത് ചുളിവ് വീണിട്ട് അതിങ്ങനെ ഇട്ടാലും ആ ഒരു ചുളിവ് അങ്ങനെ തന്നെ ഉണ്ടാവും. അത് വലിക്കണോണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി റൗണ്ടിലൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം തയ്ച്ചിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. നമ്പർ മുകളിലുണ്ട്. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് തയ്യൽ പഠിക്കുക കേട്ടോ. തയ്യൽ മുഴുവൻ പഠിക്കാൻ വെറും 1000 രൂപ മാത്രമേ ചിലവുള്ളൂ. എന്നെ ഒന്ന് വിളിച്ച് നോക്കുക കേട്ടോ. താങ്ക്